സി പ്രേംകുമാർ സംവിധാനം ചെയ്ത് മെയ്യഴകൻ എന്ന ചിത്രത്തെക്കുറിച്ച് പറയാനാണ് വന്നത്. സിനിമ തിയേറ്ററുകളിൽ വന്ന് വൻ അഭിപ്രായം ആയിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായ ഒരു സിനിമയാണ്. ഇപ്പോൾ OTT റിലീസ് വന്നു. അപ്പം എല്ലാവരും കണ്ടു കഴിഞ്ഞെന്നറിയാം. അപ്പം ചിത്രം ഇപ്പോൾ കാണാനിടയുണ്ടായി. നല്ലൊരു സിനിമയാണ്. അതായത് നമ്മുടെ അരവിന്ദ് സ്വാമിയും കാർത്തിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. അതായത് പറഞ്ഞു തരുന്നത് വെച്ചാൽ ബന്ധങ്ങളുടെ വിലയെക്കുറിച്ചാണ് സിനിമയിൽ പറഞ്ഞു തരുന്നത്. നമ്മളെന്നോ മറന്നുപോയ പഴയ കാലഘട്ടവും പഴയ ആളുകളും പഴയ സ്ഥലങ്ങളും നമ്മുടെ എന്താ പറയുക, മുതിർന്നു കഴിയുമ്പോൾ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായ കുറേ കാര്യങ്ങൾ മറന്നു പോകും. അല്ലെങ്കിൽ ചെറുപ്പത്തിലെ നമ്മുടെ പല തമാശകളെക്കുറിച്ച് ഓർക്കാൻ പറ്റാതെ പല തിരക്കുകളിലേക്ക് ആയിപ്പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ വീണ്ടും പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു. ആ പഴയ ചെറുപ്പ കാലഘട്ടങ്ങളുടെ ഓർമ്മകളും ഒക്കെയാണ് സിനിമ. കാർത്തിയും അരവിന്ദ് സ്വാമിയും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം കാണുമ്പോൾ പല സന്ദർഭങ്ങളിൽ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ അറിയാതെ നിറഞ്ഞു വരുന്ന സാഹചര്യമുണ്ട്. പിന്നെ ചിത്രത്തിൻ്റെ സംവിധായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 96 എന്ന സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. വിജയ് സേതുപതി, തൃഷ എന്നിവർ തകർത്ത് അഭിനയിച്ച സിനിമയായിരുന്നു. ഭയങ്കര ഹിറ്റായിരുന്നു ആ സിനിമ. അതിൻ്റെ ഗാനങ്ങളും എല്ലാം ഭയങ്കര ഹിറ്റാണ്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മെയ്യഴകൻ എന്ന ചിത്രമായിട്ട് വീണ്ടും സംവിധായകൻ എത്തിയത്. സിനിമ നല്ല രീതിയിൽ തുടക്കം അരവിന്ദ് സ്വാമിയുടെ ചെറുപ്പകാലഘട്ടവും അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന സ്വത്ത് കൈമാറ്റത്തിൽ അവരുടെ കുടുംബ വീട് കയ്യിൽ നിന്ന് പോകുന്നു. അരവിന്ദ് സ്വാമിയും കുടുംബവും മറ്റൊരു സ്ഥലത്തേക്ക് എന്താ പറയുന്നത്, കൂട് വിട്ട് കൂട് മാറുക എന്ന് പറയത്തില്ലേ, മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു കല്യാണത്തിനായിട്ട് അരവിന്ദ് സ്വാമി തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അരവിന്ദ് സ്വാമി മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ. അരുൾമൊഴി എന്നാണ് ക്യാരക്ടറുടെ പേര്. അപ്പം അദ്ദേഹം തിരിച്ചു വന്ന കല്യാണം കൂടുകയും അവിടെ വെച്ച് നമ്മുടെ കാർത്തിയെ കാണുകയും, കാർത്തി എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിലെ തന്നെ ഒരു അംഗമാണ്. അതായത് ഏതോ ചേട്ടാനിയും മക്കൾ അല്ലെങ്കിൽ ചേച്ചി ചേട്ടത്തി അവരുടെ മക്കളിൽ ഒരുവനായിട്ടാണ് വരുന്നത്. ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. അപ്പോൾ ആദ്യം അരവിന്ദ് സ്വാമിക്ക് ആരാന്ന് മനസ്സിലാകത്തില്ല. എത്ര നോക്കിയാലും ഈ കാർത്തി എന്ന വ്യക്തിയെ ആരാന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ കാർത്തിക്ക് അരവിന്ദ് സ്വാമിനെ കൃത്യമായിട്ട് അറിയാം, അരുൾമൊഴി എന്ന ക്യാരക്ടറിനെ കൃത്യമായിട്ട് അറിയാം. അപ്പം എന്താ പറയുന്നത്, ആ ഒരു ക്യാരക്ടറിനെ കൂടെ അരവിന്ദ് സ്വാമിയുടെ എന്ന ക്യാരക്ടറുടെ കൂടെ കാർത്തി ഇങ്ങനെ നിൽക്കും. എപ്പോഴും ഭയങ്കര സന്തോഷവും ഭയങ്കര ഊർജ്ജസ്വലവുമായിട്ടുള്ള കാർത്തിനെ അതിനകത്ത് കാണുന്നത്. അപ്പം അദ്ദേഹം ഇങ്ങനെ അരവിന്ദ് സ്വാമിയുടെ കൂടത്തിൽ ഇങ്ങനെ നിൽക്കും. പക്ഷേ അരവിന്ദ് സ്വാമിക്ക് അവസാനം വരെ അറിയില്ല, അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് പോകുന്നിടം വരെ ഇദ്ദേഹം ആരാന്ന് അറിയത്തില്ല. പക്ഷേ കാർത്തി ഒരു സ്വന്തം ചേട്ടനെ പോലെ, സ്വന്തം സഹോദരനെ പോലെ ചേർത്ത് നിർത്തി. പെർഫോമൻസൊക്കെ സൂപ്പറാണ്. അപ്പം ഇതിൻ്റെ അകത്ത് അരവിന്ദ് സ്വാമി അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയും ഒരു സമയത്ത് പെട്ടെന്ന് തിരിച്ച് പോവുകയും അപ്പോഴും അറിയത്തില്ല ഈ കാർത്തി ആരാന്നുള്ള വിവരം. അതിനുശേഷം കാർത്തി ആരാന്ന് അവരുടെ കാർത്തിയായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്നതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം. ഭയങ്കര രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും ഫീൽ ചെയ്യിക്കുന്ന ഒരു സിനിമയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ചില സമയങ്ങളിൽ ചിരിയും, ചില സമയങ്ങളിൽ കണ്ണ് നിറയുകയും, ചില സമയങ്ങളിൽ നമുക്ക് എന്താണെന്നറിയത്തില്ല. ആ സിനിമ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ടു പോയപ്പോൾ സമയം പോയത് പോലും അറിഞ്ഞില്ല. അത്രയും നല്ല രീതിയിൽ സിനിമ എടുത്തു വെച്ചേക്കുന്ന അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ മറ്റ് ആ സ്ഥലങ്ങളും അവിടുത്തെ ആളുകളും എല്ലാം കൊണ്ടും ഭയങ്കര നല്ല രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ് മെയ്യഴകൻ. ഇനിയും ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ OTTയിൽ സിനിമ കാണുക. നല്ല സിനിമയാണ്. എല്ലാവരും കണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ പ്രോത്സാഹിപ്പിക്കണം. അല്ലെ തന്നെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. എന്നെപ്പോലുള്ള വളരെ ചുരുക്കം പേര് മാത്രമേ സിനിമ കാണാത്തുള്ളൂ എന്നറിയാം. എങ്കിലും ഞാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. സിനിമ എല്ലാവരും തന്നെ കാണണം. നല്ല നൈസ് പടമാണ്.